ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം ഗം ഗണപതയേ നമ. ഓം ശ്രീ മഹാസരസ്വതി നമ. എല്ലാവർക്കും നമസ്കാരം. ഈശ്വരാനുഗ്രഹത്താൽ ദേവിയുടെ കൃപ കടാക്ഷം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കടക്കാം. ഇന്ന് 11ാമത്തെ ശ്ലോകമാണ് പറയാനുള്ളത്. കഴിഞ്ഞ ശ്ലോകത്തിൽ ദേവി ഏകശക്തിയാണ് എന്ന് പറഞ്ഞു. അതായത് വിനാശത്തിൽ മഹേശ്വരി ശക്തിയും സൃഷ്ടിയിൽ ബ്രാഹ്മി ശക്തിയും സ്ഥിതിയിൽ വൈഷ്ണവി ശക്തിയും ആയി 3 ശക്തികളായി ഭവിച്ചിരിക്കുന്നവളും സാമാന്യേന ഏകശക്തിയുമായ ദേവി പരമാത്മാവിനോടുകൂടി സ്ഥിതി ചെയ്യുന്നു. അത് അഭേദ്യമാണ്, പരസ്പരം കൂടിച്ചേർന്നിരിക്കുന്നതാണ്. ആ ശക്തികളുടെ അവതാര രൂപിണിയാണ് ദേവി. ഈ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരുടെ കൂടെ ചേർന്നിരിക്കുന്ന ഈ ഏകയായ ദേവിയെ, ശക്തി രൂപിണിയായ ദേവിയെ, ശാശ്വതയായിരിക്കുന്നവളായ ദേവിയെ, അതുപോലെ തന്നെ സത്വരജസ് തമസ്സുകൾ എന്ന 3 ഗുണങ്ങൾ ആശ്രയം ആയിട്ടുള്ളവളാണ് ദേവി. ആ ഗുണങ്ങളിൽ തന്നെ വർത്തിക്കുന്നവളുമാണ്. ഈ ഗുണങ്ങൾക്ക് ആശ്രയമായുള്ളവളെ എന്ന് വിളിച്ച് ദേവിക്ക് നമസ്കാരം എന്ന് പറയുകയാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ. നമ്മൾ ഇനി 11ാമത്തെ ശ്ലോകമാണ്. ശരണാഗത ദീനാർത്ഥ പരിത്രാണപരായണേ സർവസ്യാർത്തി ഹരേ ദേവി നാരായണി നമോസ്തുതേ. ഈ ശ്ലോകത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഇത് മറ്റുള്ള ശ്ലോകങ്ങളോടുകൂടി ചേർത്ത് ജപിക്കുകയോ അല്ലെങ്കിൽ ഈ ശ്ലോകം മാത്രമായിട്ട് ജപിക്കുകയോ ചെയ്താൽ അത് 1000-ഓ 100-ഓ എത്രയാണോ അത് മനസ്സിരുത്തി ദേവിയെ മനസ്സിൽ ധ്യാനിച്ച് ഏകാഗ്രചിത്തത്തോടുകൂടി പ്രാർത്ഥിച്ചാൽ കാര്യസാധ്യം ആണ് ഫലശ്രുതിയായിട്ട് പറഞ്ഞിട്ടുള്ളത്. ശരണാഗത ദീനാർത്ഥ പരിത്രാണപരായണേ സർവസ്യാർത്തി ഹരേ ദേവി നാരായണി നമോസ്തുതേ എന്ന്. അതായത് ഇതിൻ്റെ ശ്ലോകത്തിൻ്റെ സാരം ഇങ്ങനെയാണ്. ശരണാഗത ദീനാർത്ഥ എന്ന് പറഞ്ഞാൽ ശരണം പ്രാപിച്ചവരായ ദീനന്മാരുടെയും അതുപോലെ ആർത്തന്മാരുടെയും രക്ഷണം, അതായത് രക്ഷ തന്നെ അത്യന്തം അഭീഷ്ടമായിട്ടുള്ളവളാണ് ദേവി. സർവ്വലോകത്തിൻ്റെയും ആർത്തിഹരേ, ആർത്തി ദുഃഖം നശിപ്പിക്കുന്ന അല്ലെങ്കിൽ പീഡയെ നശിപ്പിക്കുന്നവളെ എന്നാണ് വിളിച്ചിരിക്കുന്നത്. അല്ലയോ ദേവി നാരായണി, അവിടത്തേക്ക് നമസ്കാരം എന്ന് പറഞ്ഞിരിക്കുന്നു. ഇവിടെ ദേവിയുടെ അഭീഷ്ടം എന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ ദുഃഖം, അതായത് ശരണം പ്രാപിക്കുന്ന ഭക്തന്മാരെ രക്ഷിക്കണേ എന്നിങ്ങനെ ശരണം പ്രാപിച്ചവരായ എല്ലാ ദുഃഖിക്കുന്നവരെയും ദീനന്മാരെയും ആപത്തുകളിൽ നിന്ന് നല്ലവണ്ണം രക്ഷിക്കുക എന്നതാണ് ഈ ദേവിയുടെ ഒരു ദൃഢവ്രതം എന്ന് തന്നെയാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അല്ലയോ ദുഃഖനാശിനി ഭഗവതി നാരായണി, വൈഷ്ണവ പ്രകൃതിയായുള്ളവളെ വൈഷ്ണവി ശക്തി, അവിടത്തേക്ക് നമസ്കാരം എന്നാണ് നാരായണി നമോസ്തുതേ എന്നതിനെ പറഞ്ഞിരിക്കുന്നത്. ഇനി ശരണാഗത ദീനാർത്ഥ പരിത്രാണ പരായണേ സർവസ്യാർത്തി ഹരേ ദേവി നാരായണി നമോസ്തുതേ. അടുത്ത ശ്ലോകം നോക്കാം. 12ാമത്തെ ശ്ലോകം. ഹംസയുക്ത വിമാനസ്ഥേ ബ്രഹ്മാണി രൂപധാരിണി കൗശാംഭക്ഷരികേ ദേവി നാരായണി നമോസ്തുതേ. ഹംസയുക്ത വിമാനസ്ഥേ എന്ന് പറഞ്ഞാൽ അത് ഇവിടെ ഹംസ സംയുക്തമായിട്ടിരിക്കുന്നത്, ഹംസങ്ങളോടുകൂടിയ വിമാനത്തിൽ സ്ഥിതി ചെയ്യുന്നവളെ എന്നാണ് പറഞ്ഞത്. ഹംസയുക്ത വിമാനസ്ഥേ ബ്രഹ്മാണി രൂപധാരിണി, അതായത് ബ്രാഹ്മി രൂപത്തെ ധരിച്ചിരിക്കുന്നവൾ. കൗശാംഭക്ഷരിക എന്ന് പറഞ്ഞാൽ ജലപാത്രത്തിലുള്ള ദർഭ, അതായത് കുശം എന്ന് പറഞ്ഞാൽ ദർഭപ്പുല്ലിനെയാണ് കുശം എന്ന് പറയുന്നത്. ദർഭയോടുകൂടിയ ജലത്തെ എറിയുന്നവൾ. നമ്മൾ 8ാമത്തെ അധ്യായം വായിച്ചപ്പോൾ അതിൽ 32ാമത്തെ ശ്ലോകത്തിൽ ഇങ്ങനെ വായിച്ചു. കമണ്ഡലുജലാക്ഷേപ ഹതവീര്യാൻ ഹതൗജസ ബ്രഹ്മാണി ജാഗരോച്ഛത്രൂൻ ഏന സ്മധാവതി. അതായത് ഇങ്ങനെ അസുരന്മാരെ ഇങ്ങനെ നിഗ്രഹിച്ചു കഴിഞ്ഞാൽ അവരിങ്ങനെ ഉയർത്തെഴുന്നേൽക്കാതെ
ഈ കമണ്ഡല ജലം ഇങ്ങനെ പ്രോഷണം ചെയ്ത് അവരെ നിർവീര്യമാക്കി എന്ന്, ഹതവീര്യാൻ ഹത ഓജസ്സില്ലാത്തവരാക്കി എന്ന് നമ്മൾ വായിച്ചത് ഓർമ്മയുണ്ടാവില്ല. ആ കമണ്ഡല ജലം കയ്യിലുള്ളത് അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് കൗശാംഭക്ഷരികയെ, കുശോദകത്തെ എറിയുന്നവളെ എന്നാണ് അതിൻ്റെ. ആ ദർഭ ജലപാത്രത്തിലുള്ള ദർഭയോടുകൂടിയ ജലത്തെ എറിയുന്നവളെ എന്നാണ് വിളിച്ചിരിക്കുന്നത്. അത് മന്ത്രം, അതായത് മന്ത്രം ജപിച്ച് ഈ കുശത്തെ ആ ജലത്തിൽ നിക്ഷേപിച്ചിട്ട് എറിയുന്ന എന്നാണ് അതിൻ്റെ. പിന്നെ അതുപോലെ തന്നെ ഹംസങ്ങളോടുകൂടിയ ആ വിമാനത്തിൽ സ്ഥിതി ചെയ്യുന്നവളും ബ്രഹ്മാണിയുടെ ആകൃതിയെ ധരിച്ചിരിക്കുന്നവളും ദർഭയോടുകൂടിയ ജലപാത്രത്തെ, കമണ്ഡലു ജലപാത്രത്തെ ശത്രുക്കളിൽ എറിയുന്നവളുമായ നാരായണി എന്നാണ് ഇവിടെ ദേവിയെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ ബ്രഹ്മാണി ബ്രഹ്മശക്തിയാണെന്ന് അറിയാമല്ലോ. ബ്രഹ്മത്തിന് വേദം എന്നും അർത്ഥമുണ്ട്. അതുപോലെ തന്നെ അണു എന്നാൽ ശബ്ദിക്കുക എന്ന്, അതായത് മന്ത്രങ്ങൾ ശബ്ദിക്കുക എന്ന് പറഞ്ഞാൽ വേദത്തെ ഇങ്ങനെ പാരായണം ചെയ്യുന്നവൾ എന്നർത്ഥമുണ്ട്, അല്ലെങ്കിൽ പഠിപ്പിക്കുന്നവൾ എന്ന് വേണമെങ്കിലും പറയാം. ഇനി കൗശാംഭക്ഷരിക എന്ന വാക്കിന് കുശജലം, അതായത് കമണ്ഡലു ജലപാത്രം, ആ കമണ്ഡലു കയ്യിലുള്ളവൾ, അത് ആയുധമായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ശത്രുക്കളുടെ ദേഹത്ത് അത് ആ ജലം തളിച്ച് നിർവീര്യമാക്കുക എന്ന് പറഞ്ഞിരിക്കുന്നു. ഹംസയുക്ത വിമാനസ്ഥേ ബ്രഹ്മാണി രൂപധാരിണി കൗശാംഭക്ഷരികേ ദേവി നാരായണി നമോസ്തുതേ. 13ാമത്തെ ശ്ലോകം നോക്കുക. ത്രിശൂലചന്ദ്രാഹിധരെ മഹാവൃഷഭവാഹിനി മാഹേശ്വരി സ്വരൂപേണ നാരായണി നമോസ്തുതേ. ഈ ശ്ലോകത്തിൽ ത്രിശൂല ചന്ദ്ര അഹിധരെ, അഹി സർപ്പമാണ്, ചന്ദ്രനാണ്, ത്രിശൂലം, ഇതെല്ലാം മഹേശ്വരിയുടെ പ്രത്യേകതകളാണ്. അതായത് മഹേശ്വരൻ്റെ കയ്യിലുള്ള ത്രിശൂലം, ചന്ദ്രകല, അതുപോലെ സർപ്പം, ആഭൂഷണമായിട്ട് ധരിച്ചിരിക്കുന്ന സർപ്പം. ഇവിടെ മഹേശ്വരിയുടെ ആഭരണങ്ങളും പ്രത്യേകതയും അതുതന്നെയാണ്. അതുപോലെ തന്നെ മഹാവൃഷഭവാഹിനി, മഹാവൃഷഭം, അതായത് വൃഷഭം വാഹനമായിട്ടുള്ളവൾ, ആ നാരായണിക്കാണ് ഇവിടെ നമസ്കാരം പറഞ്ഞിരിക്കുന്നത്. മഹേശ്വര ശക്തിയുടെ രൂപത്തോടുകൂടി ത്രിശൂലത്തെയും ചന്ദ്രകലയെയും സർപ്പങ്ങളെയും ധരിച്ചിരിക്കുന്നവളായി, അതുപോലെ തന്നെ മഹത്തായ വൃഷഭം എന്ന വാഹനത്തിൽ ഏറിയിരിക്കുന്നവളായ നാരായണി മഹാലക്ഷ്മി, അവിടത്തേക്ക് നമസ്കാരം എന്ന്. ഇവിടെ കിരീടമായിട്ട് ദേവിക്ക് ചന്ദ്രനെയാണ് വെച്ചിരിക്കുന്നത്. അത് ആ ചന്ദ്രനെ അലങ്കാരമായിട്ടാണ് ഇവിടെ ദേവിക്ക് വെച്ചിരിക്കുന്നത്, മഹേശ്വരി സ്വരൂപത്തിലുള്ള ഈ നാരായണി ദേവിക്ക്. ഇനി ത്രിശൂലചന്ദ്രാഹിധരേ മഹാവൃഷഭവാഹിനി മാഹേശ്വരി സ്വരൂപേണ നാരായണി നമോസ്തുതേ. ഇവിടെ നോക്കുക 12ാമത്തെ ശ്ലോകത്തിൽ ഹംസയുക്ത വിമാനസ്ഥേ ബ്രഹ്മാണി രൂപധാരണി, ബ്രഹ്മാണി ദേവിയെ പറഞ്ഞു. ഈ ശ്ലോകത്തിൽ മഹേശ്വരി ദേവിയെ പറഞ്ഞു. ഇനി അടുത്ത ശ്ലോകത്തിൽ നമുക്ക് നോക്കാം. 14ാമത്തെ ശ്ലോകത്തിൽ മയൂരകുക്കുടവ്രതേ മഹാശക്തിധരേ അനഘേ. ഇവിടെ ആ എഫ് പോലെ ഇട്ടിരിക്കുന്ന ആ അകാരം വരുമ്പോഴാണ്, അത് കൂട്ടി വായിക്കുമ്പോൾ മഹാശക്തിധരേ നഘേ എന്ന് പറഞ്ഞാലും അവിടെ അനഘേ എന്നാണ്. കൗമാരീ രൂപസംസ്ഥാനെ നാരായണി നമോസ്തുതേ. നമഃ അസ്തു തേയാണ് നമോസ്തുതേ. മയൂര കുക്കുട വൃതേ. ഇനി ഇത് ചില ടെക്സ്റ്റിൽ ഇവിടെ വൃതേ എന്ന് പറഞ്ഞാൽ ചുറ്റപ്പെട്ടവൾ എന്ന്, അതുപോലെ തന്നെ ചില ടെക്സ്റ്റിൽ മയൂര കുക്കുട ധൃതേ എന്ന് കാണുന്നുണ്ട്. ആ ധൃതേ എന്ന് പറഞ്ഞാൽ ധരിച്ചവൾ എന്നർത്ഥം എടുത്താൽ മതി, അതിൽ തെറ്റൊന്നുമില്ല. മഹാശക്തിധരെ എന്ന് പറഞ്ഞാൽ ശക്തിയുള്ള മഹത്തായ വേലിനെ ധരിച്ചവളെ, വേലായുധത്തെ ധരിച്ചവളെ. ഇനി അനഘേ എന്ന് പറഞ്ഞിരിക്കുകയാണ്. അനഘ എന്ന് പറഞ്ഞാൽ അതിനെ പാപത്തോടും ദുഃഖത്തോടും ഇതൊന്നും കൂടാത്തവൾ എന്നർത്ഥമുണ്ട്. അതുപോലെ തന്നെ അനഘ എന്ന് പറഞ്ഞാൽ അനന്മാരെ ഹനിക്കുന്നവൾ. അനന്മാരെന്ന് പറഞ്ഞാൽ ഈ വിഷ്ണു ഭഗവാനെ ഭജിക്കാത്തവരെ എന്നാണ്. വിഷ്ണു ഭഗവാൻ ഭജിക്കപ്പെടേണ്ട ആ ഭക്തിക്ക് പാത്രം, അതായത് പൂജ്യനാണെന്ന് അറിയാത്ത ദൈത്യന്മാരെ നിഗ്രഹിക്കുന്നവൾ, അത് വിഷ്ണുവിനെ ദ്വേഷിക്കുന്നവളെ ഹനിക്കുന്നവൾ എന്നാണ് ഈ വാക്കിന് അർത്ഥം. എങ്ങനെ വേണമെങ്കിലും എടുക്കാം നമുക്ക്. പാപത്തോടും ദുഃഖത്തോടും കൂടാത്തവൾ എന്നോ, അല്ലെങ്കിൽ വിഷ്ണുവിനെ ദ്വേഷിക്കുന്നവരെ ഹനിക്കുന്നവൾ എന്നോ എടുക്കാം. മഹാശക്തിധര എന്ന് പറഞ്ഞാൽ മഹത്തായിരിക്കുന്ന വേലിനെ ധരിച്ചവൾ. ഇത്രയാണ് ഇവിടെ ഈ കുമാരി ശക്തിയുടെ പ്രത്യേകതയായിട്ട് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇനി ഇവിടെ
കൗമാരി മയൂര കുക്കുട വ്രത എന്ന് പറഞ്ഞാൽ മയൂരം മയിലാണെന്ന് നമുക്കറിയാം, കുക്കുടം കോഴിയാണ്. അതായത് വാഹനങ്ങളായി തരുന്ന മയിലുകളാലും ഈ യുദ്ധ സമയത്ത് ഈ യുദ്ധത്തിൻ്റെ ആ ചാതുര്യത്തെ കാണിക്കാനായിട്ട് പണ്ടൊക്കെ ഇങ്ങനെ കോഴിപ്പോരെന്നൊക്കെ കേട്ടില്ല, അതുപോലെ ഇങ്ങനെ കോഴികളാലും ചുറ്റപ്പെട്ടവൾ എന്ന് പറയുന്നുണ്ട് ഇവിടെ. അതുപോലെ തന്നെ മയിലുകളും കോഴികളും അവരുടെ ആ കളി കണ്ട് രസിക്കാൻ താല്പര്യമുള്ളവൾ എന്ന് വേണമെങ്കിൽ എടുക്കാം. അതുപോലെ ഈ ബാല്യാവസ്ഥയാണ് ഇവിടെ. ചെറുതായിരിക്കുമ്പോൾ ബാലിക അല്ലെങ്കിൽ ആ ബാല്യത്തിൽ ആ കൗമാരാവസ്ഥയിൽ ഈ പക്ഷികളെയൊക്കെ നോക്കിയിരിക്കുക അല്ലെങ്കിൽ അവരുടെയൊക്കെ കളി കണ്ടുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ നല്ല രസമുള്ള ഒരു പ്രക്രിയയാണത്. നമ്മൾ തന്നെ നമ്മുടെ വീടുകളിൽ കൊച്ചുകുട്ടികളാണ്, നമ്മൾ തന്നെയാണെങ്കിലും ഈ പൂച്ച കോഴി ഇതൊക്കെ വളർത്തുമൃഗങ്ങളുള്ളവർ അവരുടെ കളികൾ കണ്ട് രസിച്ചിരിക്കാറില്ലേ, അത്രയേ ഉള്ളൂ. അതുപോലെ ഇവിടെ കോഴികളുടെയും മയിലുകളുടെയും ഒക്കെ ക്രീഡയിൽ താല്പര്യമുള്ളവൾ എന്ന അർത്ഥത്തിലും എടുക്കാം. അല്ലെങ്കിൽ ഈ ദേവാസുര യുദ്ധത്തിൽ സൈന്യത്തിൻ്റെ കൂട്ടത്തിൽ മയൂരം കുക്കുടം ഇവയെല്ലാം നമ്മുടെ സൈന്യത്തിൻ്റെ കൂടെയുള്ള അംഗങ്ങളായിട്ട് കൂട്ടിയിട്ട് അവരാൽ ചുറ്റപ്പെട്ടവൾ എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ ഈ മയൂര ആകൃതിയിലും കുക്കുട ആകൃതിയിലുമൊക്കെ സൈന്യത്തെ നിരത്തുന്നത് പത്മവ്യൂഹം പോലെ അങ്ങനെ നിരത്തുന്ന സമ്പ്രദായത്തിനെ വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ ഇവിടെ മയൂര കുക്കുട വ്രതേ എന്ന ഈ ലൈനിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ മയിലുകളാലും കോഴികളാലും ചുറ്റപ്പെട്ടവൾ എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. അതുപോലെ ഭൂഷിത എന്നൊക്കെ പറയുന്ന പോലെ തന്നെ കുക്കുടാഖ്യ സ്വർണ്ണഭൂഷണഭൂഷിത എന്ന അർത്ഥം വരുന്ന പോലെയാണ് ഇവിടെ ഇതെല്ലാം ഭൂഷണമായുള്ളവളെ എന്ന് വേണമെങ്കിലും പറയാം. ഇവിടെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ദേവന്മാർ ആൺമയിലിൻ്റെ പുറത്തും ദേവിമാർ പെൺമയിലിൻ്റെ പുറത്തുമാണ് സഞ്ചരിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ലക്ഷ്മിയാലും ബ്രഹ്മാവിനാലും അതുപോലെ കാമദേവനാലും ശിവനാലും അഗ്നിയാലും അതുപോലെ കുക്കുടങ്ങളാലും ഇവിടെ നമുക്കറിയാം സുബ്രഹ്മണ്യൻ എന്ന് പറഞ്ഞാൽ ദേവസേനാധിപനാണ് അല്ലേ. അപ്പോൾ ആ സുബ്രഹ്മണ്യ ശക്തിയായിരിക്കുമ്പോൾ സകല ദേവന്മാരാലും ചുറ്റപ്പെട്ടവൾ എന്ന് വേണമെങ്കിലും നമുക്ക് ഉദ്ദേശിക്കാം. ഇവിടെ മയൂര കുക്കുട വൃതേ എന്ന വാക്കിനർത്ഥം ഇവിടെ മയിലിനോടും കോഴിയോടും കൂടിയവളെ ചുറ്റപ്പെട്ടവളെ എന്നോ അല്ലെങ്കിൽ അടുത്ത ലൈനിൻ്റെ വലുതായ വേലായുധത്തെ ധരിച്ചിരിക്കുന്നവൾ, പാപമില്ലാത്തവൾ, അനഘ അല്ലെങ്കിൽ വിഷ്ണു ഭഗവാനെ ദ്വേഷിക്കുന്നവരെ അല്ലെങ്കിൽ വിഷ്ണു ഭക്തിയില്ലാത്തവരെ ഹനിക്കുന്നവൾ എന്നോ അല്ലെങ്കിൽ വിഷ്ണുവിനെ ആശ്രയിക്കാത്തവരെ വധിക്കുന്നവളെന്നോ, ഇനി സുബ്രഹ്മണ്യ ശക്തിയുടെ ആകൃതിയോടുകൂടി സ്ഥിതി ചെയ്യുന്നവൾ കൗമാരി രൂപസംസ്ഥാനെ അല്ലയോ നാരായണീ ദേവി അവിടത്തേക്ക് നമസ്കാരം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഇവിടെ സുബ്രഹ്മണ്യ ശക്തിയാണ് ഈ ലൈനിൽ പറയുന്നത്. അപ്പം മയൂര കുക്കുടവ്രതേ മഹാശക്തിധരേ അനഘേ കൗമാരി രൂപസംസ്ഥാനെ നാരായണി നമോസ്തുതേ ദേവീ ശരണം. ശംഖചക്രഗദാശാർഗഗൃഹീത പരമായുധേ പ്രസീത വൈഷ്ണവീ രൂപേ നാരായണി നമോസ്തുതയുടെ ഈ ലൈനിൽ വൈഷ്ണവീ ശക്തിയെയാണ് പറഞ്ഞിരിക്കുന്നത്. ശംഖചക്രഗദ ശാർഗഗ്രഹീത പരമായുധ, ശംഖം ചക്രം ഗദ തുടങ്ങിയ ഉത്തമമായ വില്ല്, ശാർഗായുധം വില്ലാണ്. ഈ ഉത്കൃഷ്ടമായ ആയുധങ്ങളെ ഗ്രഹീത പരം ആയുധ, ശ്രേഷ്ഠമായ ആയുധങ്ങളെ ധരിച്ച വൈഷ്ണവീ ശക്തി അവിടുത്തെ ഈ വിഷ്ണു ശക്തിയായ വൈഷ്ണവീ ദേവതയുടെ ആകൃതിയോട് കൂടിയവളെ അവിടുന്ന് പ്രസാദിച്ചാലും പ്രസീത വൈഷ്ണവീ ദേവി നാരായണി നമോസ്തുതേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഉത്കൃഷ്ടങ്ങളായ വാളും ശരണവും ധരിച്ചിരിക്കുന്നവളെയാണ്. അതുപോലെ ഇവിടെ ശംഖചക്രഗദാശാർഗഗ്രഹീത പരമായുധേ പ്രസീത വൈഷ്ണവീ രൂപേ നാരായണി നമോസ്തുതേ. അടുത്തത് വരാഹരൂപിണിയാണ്. ഗൃഹീതോഗ്രമഹാചക്രേ ദംഷ്ട്രോദ്ധൃതവസുന്ധരേ വരാഹരൂപിണി ശിവേ നാരായണി നമോസ്തുതേ. ശിവേ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്ന കല്യാണകാരിണിയായവൾ, മംഗളത്തെ പ്രദാനം ചെയ്യുന്നവൾ, ഉഗ്രമായി മഹത്തായിരിക്കുന്ന ചക്രത്തെ ധരിച്ചിരിക്കുന്ന വാരാഹി ശക്തിയെയാണ്. ദംഷ്ട്രോദ്ധൃത വസുന്ധരേ, വസുന്ധര ഭൂമിദേവിയാണ്. അതായത്
ദംഷ്ട്രോദ്ധൃത ദംഷ്ട്രകളിൽ, അതായത് തേറ്റകൾ കൊണ്ട് ഭൂമിയെ ഉയർത്തിപ്പിടിച്ചാണ് എടുത്തുകൊണ്ട് പോയതല്ലേ. അങ്ങനെയുള്ളവളെ, ആ ഉയർത്തിപ്പിടിച്ച ഭൂമിയെ ഉയർത്തിപ്പിടിച്ച തേറ്റകളോട് കൂടിയവളെ, വരാഹരൂപിണി വരാഹമൂർത്തിയുടെ രൂപത്തോടു കൂടിയവളെ, ശിവേ മംഗളകാരിണി നാരായണി, അല്ലയോ നാരായണീ ദേവി, അവിടത്തേക്ക് നമസ്കാരം ഭവിക്കട്ടെ. നമസ്കാരം എന്ന്. ഗൃഹീതോഗ്ര മഹാചക്ര എന്ന് പറഞ്ഞാൽ ഉഗ്രമായി മഹത്തായിരിക്കുന്ന ചക്രത്തെ ധരിച്ചിരിക്കുന്നവളെ. ഗൃഹീതോഗ്ര മഹാചക്രേദം ശ്രോധൃതവസുന്ധരേ വരാഹരൂപിണി ശിവേ നാരായണി നമോസ്തുതേ. അടുത്തത് 17ാമത്തെ ശ്ലോകം. നൃസിംഹരൂപേണോഗ്രേണ ഹന്തും ദൈത്യാൻ കൃതോദ്യമേ ത്രൈലോക്യത്രാണസഹിതേ നാരായണി നമോസ്തുതേ. ത്രാണം ചെയ്യുക, അതായത് പരിപാലനം ചെയ്യുക എന്നാണ്. ത്രൈലോക്യത്രാണസഹിത എന്ന് പറഞ്ഞാൽ 3 ലോകങ്ങളെയും ത്രാണനം ചെയ്യുക. ഇവിടെ ഉഗ്രേണ എന്ന് പറഞ്ഞാൽ നൃസിംഹരൂപേണ ഉഗ്രേണ, ആ നൃസിംഹരൂപത്തോടുകൂടി, നൃസിംഹത്തിൻ്റെ ഉഗ്രരൂപത്തോടു കൂടിയിരിക്കുന്ന ആ നാരസിംഹീ ദേവി, നൃസിംഹശക്തിയായ ദേവി, ആ നൃസിംഹരൂപത്തോടു കൂടിയവളെ, ദൈത്യാൻ ഹന്തും അസുരന്മാരെ കൊല്ലുന്നതിന് കൃത ഉദ്യമേ, ആ കൊല്ലാനായിട്ടുള്ള ആ കർത്തവ്യത്തിന് ഉദ്യമിക്കുന്നവൾ, ആ വധം എന്ന ആ കൃത്യത്തിന്, ദൈത്യാൻ ഹന്തും കൃതോദ്യമേ, അസുരന്മാരെ വധിക്കാനായി ആ കർമ്മം ചെയ്യാൻ വേണ്ടി ഉദ്യമിച്ചിരിക്കുന്നവളെ, 3 ലോകങ്ങളും പരിപാലിക്കുന്നവളെ നാരായണി, അവിടത്തേക്ക് നമസ്കാരം. ഈ ഭയങ്കരമായ നരസിംഹമൂർത്തിയുടെ രൂപത്തോടു കൂടിയവളും അതുപോലെ അസുരന്മാരെ നിഗ്രഹിക്കുന്നതിന് ശ്രമിക്കുന്നവളും 3 ലോകങ്ങളെയും പരിപാലിക്കുന്നവളുമായ അല്ലയോ നാരായണീ ദേവി, അവിടത്തേക്ക് നമസ്കാരം. ഇവിടെ നൃസിംഹശക്തി എന്ന് പറഞ്ഞാൽ നരസിംഹത്തിൻ്റെ ആ രൗദ്രരൂപം ധരിച്ച ദേവിയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അടുത്തത് നൃസിംഹരൂപേണോഗ്രേണ ഹന്തും ദൈത്യാൻ കൃതോദ്യമേ ത്രൈലോക്യത്രാണസഹിതേ നാരായണി നമോസ്തുതേ. അടുത്ത ശ്ലോകം നോക്കാം. കിരീടിനി മഹാവജ്രേ സഹസ്രനയനോജ്വലേ വൃത്രപ്രാണഹരേ ചൈന്ദ്രി നാരായണി നമോസ്തുതേ. ഇവിടെ സഹസ്രനയന ഉജ്ജ്വലങ്ങളായ പ്രകാശിക്കുന്നവളായ 1000 കണ്ണുകളോടുകൂടിയവൻ. 1000 നയനമുണ്ട് ഇന്ദ്രനും ഇല്ലേ. ആ ഇന്ദ്രശക്തിയാണ് ഇവിടെ ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. കിരീടിനി എന്ന് പറഞ്ഞാൽ കിരീടത്തോടു കൂടിയവൾ, ഉത്തമമായ കിരീടത്തോടു കൂടിയവൾ. മഹാവജ്രേ മഹത്തായ വജ്രായുധത്തെ ധരിച്ചിരിക്കുന്നവൾ. സഹസ്രനയനം 1000 കണ്ണുകളെ കൊണ്ട് ശോഭിക്കുന്നവൾ. വൃത്രാസുരനെ പ്രാണനെ ഹരിച്ചവൾ, അതായത് വൃത്രാസുരനെ വധിച്ചവൾ, പ്രാണങ്ങളെ അപഹരിച്ചവളാണ് വൃത്രാസുരൻ്റെ വധകാരിണിയായവൾ. ഐന്ദ്രീ ദേവി ഇന്ദ്രശക്തിയായ ദേവി, നാരായണി, അവിടത്തേക്ക് നമസ്കാരം. ഈ വജ്രായുധം അല്ലെങ്കിൽ വജ്രരത്നങ്ങളോടുകൂടിയ 1000 കണ്ണുകളെ കൊണ്ട് ശോഭിക്കുന്നവൾ. അത് എളുപ്പമാണ് മനസ്സിലാക്കാൻ, എല്ലാം വളരെ സിമ്പിളായിട്ടുള്ളതാണിത്. കിരീടിനി മഹാവജ്രേ, കിരീടിനി എന്ന് പറഞ്ഞിരിക്കുന്ന വജ്രമൊക്കെ പതിച്ച നല്ല കിരീടം ധരിച്ചവൾ എന്ന് വേണമെങ്കിലും എടുക്കാം നമുക്ക്. ഇവിടെ വജ്രായുധം ധരിച്ചവൾ കിരീടിനി മഹാവജ്രേ സഹസ്രനയനോജ്വലേ വൃത്രപ്രാണഹരേ ചൈന്ദ്രി നാരായണി നമോസ്തുതേ. ഇനി 19ാമത്തെ ശ്ലോകം. ശിവദൂതി സ്വരൂപേണ ഹതദൈത്യ മഹാബലേ ഘോരരൂപേ മഹാരാവേ നാരായണി നമോസ്തുതേ. ശിവദൂതി സ്വരൂപേണ, നമുക്കറിയാം ശിവദൂത്, ശിവനെ ദൂത് പറഞ്ഞയച്ചല്ലേ, അങ്ങനെയാണ് ശിവദൂതി എന്ന പേര് വന്നത്. ആ ശിവദൂതിയുടെ സ്വരൂപത്തോടു കൂടിയ ദേവി ഹതദൈത്യ മഹാബലെ, അസുരന്മാരുടെ മഹത്തായ സൈന്യത്തെ ഇവിടെ ഹനിക്കുന്നവളെ, വധിക്കുന്നവളെ. ആ മഹാബലം എന്ന് പറഞ്ഞാൽ സൈന്യത്തെ, ദൈത്യന്മാരുടെ മഹാസൈന്യത്തെ വധിക്കുന്നവളെ. ഘോരരൂപ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ രൂപത്തോടു കൂടിയവൾ, ഘോരമായ ഭീഷണമായ രൂപത്തോടു കൂടിയവൾ. മഹാരാവേ, ഇവിടെ രവമാണ്, രവം ശബ്ദമാണ്. മഹാരാവേ എന്ന് പറഞ്ഞിരിക്കുന്ന രാത്രി എന്നുള്ള അർത്ഥത്തിലല്ല, ഘോരമായ വലുതായ ശബ്ദത്തോടു കൂടിയവളെ എന്നാണ്. അല്ലയോ നാരായണി, അവിടത്തേക്ക് നമസ്കാരം. അസുരന്മാരുടെ പരാക്രമശാലികളായ അസുരന്മാരുടെ സൈന്യത്തെ വധിക്കുന്നവളും ഭയങ്കര രൂപത്തോടു കൂടിയവളും വലിയ ശബ്ദത്തോടു കൂടിയവളുമായ അല്ലയോ നാരായണി ദേവി,
അവിടത്തേക്ക് നമസ്കാരം. ആ ശിവദൂതിയായ ദേവിയെയാണ് ഇവിടെ സ്തുതിച്ചിരിക്കുന്നത്. ശിവദൂതി സ്വരൂപേണ ഹതദൈത്യ മഹാബലേ ഘോരരൂപേ മഹാരാവേ നാരായണി നമോസ്തുതേ. അടുത്ത 20ാമത്തെ ശ്ലോകം. ദംഷ്ട്രാകരാളവദനെ ശിരോ മാലാവിഭൂഷണേ ചാമുണ്ടേ മുണ്ടമധനെ നാരായണി നമോസ്തുതേ. ദംഷ്ട്ര കരാളവദനെ, കരാളമായ മുഖത്തോടുകൂടിയവൾ. ദംഷ്ട്രകളെ കൊണ്ട് ഭയങ്കരമായിരിക്കുന്ന, ദംഷ്ട്ര എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഈ കോമ്പല്ലിങ്ങനെ വളർന്ന് പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങിയിരിക്കുന്നതാണ്. അപ്പോൾ ആ മുഖത്തോടു കൂടിയ, ഭയങ്കരമായ മുഖത്തോടു കൂടിയവളെ. കരാളവദനം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിരിക്കുന്ന, ഭയത്തെ ജനിപ്പിക്കുന്ന. ശിരോമാല വിഭൂഷണ, ശിരോമാല എന്ന് പറഞ്ഞാൽ ശിരസ്. അത് അസുരന്മാരെ വധിച്ച് അവരുടെ തലകളെല്ലാം മാലയാക്കി കോർത്തിട്ടിരിക്കുന്ന ദേവിയാണ്. മുണ്ടമഥനെ, ഇവിടെ മുണ്ടാസുരനെ വധിച്ചവളെ. ആ ചാമുണ്ടേ, ചണ്ടമുണ്ടാസുരന്മാരെ വധിച്ചപ്പോഴാണ് ചാമുണ്ട എന്ന് പേര് കിട്ടിയത്. അല്ലയോ കാളീദേവി, ചാമുണ്ടേ, നാരായണീ ദേവി. ഈ രൂപത്തിലെല്ലാം ഉള്ള നാരായണി, ഇതെല്ലാം നാരായണീ ശക്തിയാണ്. ആ നാരായണീ ദേവിയെ ഞാൻ നമസ്കരിക്കുന്നു എന്ന്. ദംഷ്ട്രകളെ കൊണ്ട് ഭയങ്കരമായിരിക്കുന്ന മുഖത്തോടു കൂടിയവൾ, അതുപോലെ ശിരസ്സുകൾ കൊണ്ടുള്ള മാല അണിഞ്ഞിരിക്കുന്നവൾ, മുണ്ടാസുരനെ വധിച്ചവൾ, ഇങ്ങനെയെല്ലാം ചെയ്ത കാളീദേവി, അവിടുത്തെ അല്ലയോ നാരായണീ ദേവി, അവിടത്തേക്ക് നമസ്കാരം എന്ന് പറഞ്ഞിരിക്കുകയെന്ന്. ദംഷ്ട്രാകരാളവദനെ ശിരോമാല വിഭൂഷണേ ചാമുണ്ടേ മുണ്ടമഥനെ നാരായണി നമോസ്തുതേ. അടുത്ത ശ്ലോകം 21ാമത്തെ. ലക്ഷ്മി ലജ്ജേ മഹാവിദ്യേ ശ്രദ്ധേ പുഷ്ടിസ്വധേ ധ്രുവേ മഹാരാത്രി മഹാമായേ നാരായണി നമോസ്തുതേ. ഇവിടെ ദേവിയുടെ പല പേരുകളാണ് പറഞ്ഞിരിക്കുന്നത്. ലക്ഷ്മി, ഐശ്വര്യലക്ഷ്മി, ഐശ്വര്യത്തിൻ്റെ നാഥയാണ്. ലജ്ജേ, ലജ്ജ എന്നുദ്ദേശിച്ചിരിക്കുന്നത് ലജ്ജ തന്നെ. അതായത് ഇപ്പം നമുക്ക് കാര്യകാരണങ്ങളറിഞ്ഞ് നല്ലതും ചീത്തയും തിരിച്ചറിഞ്ഞ് എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട, അതുപോലെ നമുക്കൊരു ദൈവഭയം ഉണ്ടാവുമല്ലോ. ചില പ്രവൃത്തികൾ ചെയ്യുമ്പോൾ നമുക്ക് തോന്നും അത് ചെയ്താൽ അതിൻ്റെ ദോഷം ഇങ്ങനെയാണ്, അതിനെയാണ് ദൈവഭയം. അതിനെയെല്ലാമാണ് ലജ്ജ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്, അല്ല നാണം മാത്രമല്ല. നമ്മൾ ലജ്ജ എന്ന് പറഞ്ഞാൽ നാണമാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ. ഇവിടെ ലജ്ജയായുള്ളവൾ. ഇവിടെ അന്ധക്കരണത്തിൻ്റെ തിരിച്ചറിവിനെ ലജ്ജ എന്നാണ് പറയുന്നത്. മഹാവിദ്യേ ശ്രദ്ധേ, മഹാവിദ്യയാണ്. അതുപോലെ തന്നെ ശ്രദ്ധ, പുഷ്ടി, സ്വധ, ധ്രുവ. സ്വധ നമുക്കറിയാം, പിതൃപോഷിണിയായവളാണ്. ആ പിതൃകർമ്മങ്ങൾക്ക് ചെയ്യുമ്പോഴാണ് സ്വധ എന്ന് നമ്മൾ പഠിച്ചതല്ലേ. ധ്രുവേ എന്ന് പറഞ്ഞിരിക്കുന്ന ശാശ്വതയായിരിക്കുന്നവളാണ് ധ്രുവേ എന്ന് പറഞ്ഞിരിക്കുന്നത്. മഹാരാത്രി ഇവിടെ മഹാപ്രളയ രൂപമാണ്. മഹാമായ എന്ന് പറഞ്ഞാൽ അവിദ്യാശക്തി, അതായത് മായയായിട്ടുള്ള സർവ്വജഗത്തിനും കാരണഭൂതയാണ് ആ അവിദ്യ, മായാശക്തിയായിരിക്കുന്നവൾ. നാരായണീ നമോസ്തുതേ. ഇനി പുഷ്ടി എന്ന് പറഞ്ഞാൽ പുഷ്ടി, അതായത് സമൃദ്ധി ഉണ്ടാക്കുന്ന, സന്തുഷ്ടി ഉണ്ടാക്കുന്ന. ശ്രദ്ധേ എന്ന്, ഇവിടെ ആസ്തിക്യ ബുദ്ധിയാണ് ശ്രദ്ധ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി ലക്ഷ്മിയായും ലജ്ജയായും, അതുപോലെ തന്നെ മഹാവിദ്യ എന്ന് പറഞ്ഞാൽ ഇവിടെ വേദം, ഉപനിഷത്ത്, അതിൻ്റെ എല്ലാം രൂപമായിരിക്കുന്നവളാണ്. ആ അറിവിൻ്റെ രൂപമായിരിക്കുന്നവളെയാണ് ആസ്തിക്യ ബുദ്ധിയായിരിക്കുന്നവൾ. പുഷ്ടിയായും തൃപ്തി സ്വരൂപയായും നിത്യയായിരിക്കുന്ന, ശാശ്വതയായിരിക്കുന്ന, മഹാപ്രളയ രൂപയായ, മഹാമായയായിരിക്കുന്ന അല്ലയോ നാരായണീ ശക്തി, അവിടുത്തെ നമസ്കരിക്കുന്നു എന്ന്. ഈ വിദ്യ കൊണ്ട് അവിദ്യ എന്ന് പറയുന്നതും, ഇവിടെ അവിദ്യ എന്ന് പറഞ്ഞാൽ വിദ്യ ഇല്ലാത്ത അവസ്ഥയല്ല, ഇവിടെ മഹാമോഹവിദ്യയാണ്. മോഹത്തെ ഉണ്ടാക്കുന്ന അജ്ഞാനം എന്ന അർത്ഥമാണ് അവിദ്യ എന്ന് പറയുന്നത്. നമ്മളെ മോഹിപ്പിക്കുന്ന, നമ്മളെ ഭ്രമിപ്പിക്കുന്ന എന്ന് വേണമെങ്കിൽ പറയാം. ലക്ഷ്മി ലജ്ജേ മഹാവിദ്യേ ശ്രദ്ധേ പുഷ്ടിസ്വധേ ധ്രുവേ മഹാരാത്രി മഹാമായേ നാരായണി നമോസ്തുതേ. അടുത്തത് 22ാമത്തെ ശ്ലോകം. മേധേ സരസ്വതി വരേ ഭൂതിഭാഭ്രവിതാമസി നിയതേ ത്വം പ്രസീദേശേ നാരായണി നമോസ്തുതേ. മേധേ സരസ്വതി വരേ ഭൂതിഭാഭ്രവിതാമസി നിയതേ ത്വം പ്രസീദേശേ നാരായണി നമോസ്തുതേ. മേധ എന്ന് പറഞ്ഞാൽ ധാരണാശക്തിയോടുകൂടിയ ബുദ്ധിയായുള്ളത്. സരസ്വതി എന്ന് പറഞ്ഞാൽ വാഗ്ദേവതയാണ്.
ബുദ്ധിയുടെ ദേവതയാണ് അല്ലേ, അറിവിൻ്റെ ദേവതയാണ്. വരേ എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠയായിട്ടിരിക്കുന്നവൾ. ഭൂതി എന്ന് പറഞ്ഞാൽ സത്വഗുണപ്രധാനയാണ്. ബാഭ്രവി എന്ന് പറഞ്ഞാൽ രജോ ഗുണപ്രധാനയായിരിക്കുന്നവൾ. താമസി തമോ ഗുണപ്രധാനയായവൾ. നിയതേ എന്ന് പറഞ്ഞാൽ ദൈവമായുള്ളവൾ, ദേവിയായിരിക്കുന്നവൾ. ഈശേ, ഈശേ എന്ന് പറഞ്ഞാൽ ഈശ്വരൻ്റെ സ്വാമിനി, അതായത് എല്ലാവർക്കും സ്വാമിനി, എല്ലാവർക്കും സ്വാമിനിയായിരിക്കുന്നവൾ. ത്വം, നീ പ്രസാദിച്ചാലും വിളിച്ചു പറഞ്ഞിരിക്കുകയാണ്. തേ അസ്തു, തേ നമഃ അസ്തു. ധാരണാശക്തിയോടുകൂടി ബുദ്ധിയായി, വാഗ്ദേവതയായി, ശ്രേഷ്ഠയായി, സത്വരജസ് തമോ ഗുണപ്രധാനയായി, ദൈവമായി, സ്വാമിനിയായിരിക്കുന്ന അവിടുന്ന് പ്രസാദിച്ചാലും ഹേ നാരായണീ ദേവി അവിടത്തേക്കായി നമസ്കരിക്കുന്നു എന്ന് പറയുകയാണ്. നീ മേധേ സരസ്വതി വരെ ഭൂതി ബാഭ്രവിതാമസി നിയതേ ത്വം പ്രസീദേശേ നാരായണി നമോസ്തുതേ. ഇനി അടുത്തത് 23-ാമത്തെ ശ്ലോകം. സർവസ്വരൂപേ സർവേശേ സർവശക്തി സമന്വിതേ ഭയേഭ്യസ്ത്രാഹിനോ ദേവി ദുർഗേ ദേവി നമോസ്തുതേ. ഈ ശ്ലോകം ജപിച്ചാൽ നമുക്ക് ഭയം ഉണ്ടാകില്ല എന്ന് പറയുന്നത്. ഏതാപത്തിലും ഈ ശ്ലോകം നമ്മൾ ഉരുവിട്ടാൽ നമുക്ക് ഒന്നിൽ നിന്നും ഭയം ഉണ്ടാകില്ല. അല്ലെങ്കിൽ തന്നെ ദേവിയുടെ നാമം ഉരുവിട്ടാൽ ഒരു ദുഷ്ടശക്തികളും നമ്മളോട് അടുക്കുകയില്ല. അതുപോലെ തന്നെ നമുക്ക് ഭയം ഉണ്ടാവുകയില്ല. ദേവി കവചത്തിൽ നമ്മൾ പഠിച്ചു, കവചമാണ് ദേവി. ഓരോ അംഗങ്ങളിലും നമ്മളെ കാത്തുരക്ഷിക്കുന്ന കവചമാണ്. സർവസ്വരൂപേ എന്ന് പറഞ്ഞാൽ സർവസ്വരൂപത്തിലിരിക്കുന്നവൾ, എല്ലാ വസ്തുക്കളിലും എല്ലാ അണുവിലും ഇരിക്കുന്നവളാണ് ദേവി, ഏത് രൂപത്തിലും ഇരിക്കുന്നവൾ. സർവേശേ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും സകലത്തിനും ഈശയായിട്ടുള്ള, സ്വാമിനിയായിട്ടുള്ളവൾ. സർവശക്തി സമന്വിത എന്ന് പറഞ്ഞാൽ എല്ലാ ശക്തികളും കൂടിച്ചേർന്നവൾ. ദേവി അല്ലയോ ദേവി, ഞങ്ങളെ ഭയേഭ്യ, ഭയങ്ങളിൽ നിന്ന് രക്ഷിച്ചാലും, ത്രാഹിമാം എന്ന് പറഞ്ഞാൽ രക്ഷിക്കണം എന്നാണ്. ദുർഗേ ദേവി അല്ലയോ ദുർഗാദേവി, അവിടുന്ന് ഞങ്ങളെ രക്ഷിച്ചാലും അവിടത്തേക്ക് നമസ്കാരം. ഇവിടെ ദുർഗാദേവിയാണ് നമസ്കരിക്കുന്നത്, ദുർഗാദേവി. ഇവിടെ സർവസ്വരൂപിണി, സകലത്തിൻ്റെയും സകല വസ്തുക്കളുടെയും സ്വാമിനി, അതുപോലെ തന്നെ സർവശക്തികളും കൂടി ചേർന്നവൾ. അതുപോലെ ആ ദേവി ഭയത്തിൽ നിന്ന്, എല്ലാവിധ ഭയങ്ങളിൽ നിന്നും ഞങ്ങളെ, ദുർഗേ ദേവി അവിടുന്ന് ഞങ്ങളെ രക്ഷിച്ചാലും എന്ന് പറഞ്ഞിരിക്കുന്നു. സർവസ്വരൂപേ അതായത് സർവത്തിലും സ്വരൂപമായിരിക്കുന്നവളും, തൻ്റെ രൂപത്തോടുകൂടി, അല്ലെങ്കിൽ അരൂപയായിരിക്കുന്നവൾ. ഇവിടെ അരൂപ എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റാത്ത രൂപത്തിൽ വർത്തിക്കുന്നവളും ദേവി തന്നെയാണ്. സർവസ്വരൂപേ സർവേശേ സർവശക്തി സമന്വിതേ ഭയേഭ്യസ്ത്രാഹിനോ ദേവി ദുർഗേ ദേവി നമോസ്തുതേ. 24-ാമത്തെ ശ്ലോകം. ഏതത്തേ വദനം സൗമ്യം ലോചനത്രയഭൂഷിതം പാതുന സർവഭൂതേഭ്യ കാത്യായനി നമോസ്തുതേ. ഇവിടെ കാത്യായനി ദേവിയാണ് പറഞ്ഞിരിക്കുന്നത്. കാത്യായന മഹർഷിയുടെ ആശ്രമത്തിൽ കുമാരിയായിട്ട് ജീവിച്ച കാത്യായനി ദേവി. തേ അവിടുത്തെ ദേവിയുടെ സൗമ്യം, സുന്ദരമായ, ലോചനത്രയഭൂഷിതം, ആ കണ്ണുകൾ വളരെ സുന്ദരമായ 3 കണ്ണുകളെ കൊണ്ട് അലങ്കരിക്കപ്പെട്ടതായിരിക്കുന്ന ഏതത് വദനം, ഈ ദേവിയുടെ മുഖം ഞങ്ങളെ, നഹ എന്ന് പറഞ്ഞാൽ ഇവിടെ ഞങ്ങളെ, സർവഭൂതേഭ്യ സകല ഭൂതങ്ങളിൽ നിന്നും പാതു രക്ഷിക്കട്ടെ. കാത്യായനി അല്ലയോ കാത്യായനി ദേവി, അവിടുത്തെ 3 ഈ മുഖത്ത് വിളങ്ങുന്ന സൗമ്യമായ സുന്ദരമായ 3 കണ്ണുകളെ കൊണ്ട് അലങ്കരിക്കുന്ന ഈ മുഖം ഞങ്ങളെ സർവഭൂതങ്ങളിൽ നിന്നും രക്ഷിക്കട്ടെ എന്ന് ആ കാത്യായനി ദേവിയെ നമസ്കരിക്കുകയാണ്. ഇവിടെ കണ്ണുകൾ നമ്മൾ ഇതിനു മുമ്പുള്ള ശ്ലോകങ്ങളിലൊക്കെ പലയിടത്തായിട്ട് പറഞ്ഞു. സൂര്യ ചന്ദ്ര അഗ്നിയാണ്, സൂര്യനും ചന്ദ്രനും അഗ്നിയാണ് ദേവിയുടെ കണ്ണുകളിൽ വിളങ്ങുന്നത് എന്ന്. അങ്ങനെയുള്ള ഈ നേത്രങ്ങളാൽ അലങ്കരിക്കപ്പെട്ട ഈ അതിസൗന്ദര്യത്തോടു കൂടിയിരിക്കുന്നതായ അവിടുത്തെ മുഖം ഞങ്ങളെ സകല ഭയങ്ങളിൽ നിന്നും രക്ഷിക്കട്ടെ. അതായത് ഭയമുണ്ടാകുമ്പോൾ കാത്യായനി ദേവിയുടെ ഈ തിരുമുഖം നമ്മുടെ സ്മരണയിലേക്ക് വരട്ടെ. ദേവി ആ മുഖം എപ്പോഴും മനസ്സിൽ വിളങ്ങട്ടെ എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ സർവഭീതിഭ്യ എന്ന് പറഞ്ഞാൽ ബാധകൾ, ഉപദ്രവങ്ങൾ, ഔഷധങ്ങളില്ലാതെ തീരുന്ന എല്ലാ ഇതുമാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്.
ഏതത്തേ വദനം സൗമ്യം ലോചനത്രയഭൂഷിതം പാതുന സർവഭൂതേഭ്യ കാത്യായനെ നമോസ്തുതേ. നമുക്ക് ഈ വീഡിയോയിൽ ഇത്രയും മതി. ഇനി 25-ാമത്തെ ശ്ലോകം മുതൽ അടുത്ത വീഡിയോയിൽ പറയാം. എല്ലാവർക്കും നമസ്കാരം, നന്ദി. കമൻ്റ് ഇടാൻ മറക്കണ്ട കേട്ടോ. എന്തെങ്കിലും സംശയം എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇട, ഇല്ലേ അമ്മേ നാരായണ എന്നെങ്കിലും ഇടാമല്ലോ. വെറുതെയെങ്കിലും വായിക്കുന്നുണ്ടെന്ന് മനസ്സിലാവുമല്ലോ. എന്തായാലും വായിക്കുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്, കുറച്ച് പേരെങ്കിലും. നന്ദി, നമസ്കാരം. നല്ല ദിവസം ആശംസിക്കുന്നു.